ചേട്ടാ, ഇപിയുടെ കട്ടൻ ചായയും പരിപ്പുവടയും അത് വലിയ വിവാദമായതാണ്. ഇപ്പോൾ ഡി സിക്കെതിരെയുള്ള നിയമ നടപടികളൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് ഇപി പറയുന്നത്. എന്താണ് ഇതിന് പിന്നിൽ? എന്നിട്ട് അത് മാതൃഭൂമി ബുക്സ് വഴിയാണ് പുസ്തകം ഇറക്കാൻ പോകുന്നത് അല്ലേ? വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ, ഡി സിയുമായി വാക്കാലേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയിൽ ഈ രണ്ടു കൂട്ടരും തമ്മിലുണ്ടായ കശപിശകൾ, ആൾക്കാർക്ക് കേട്ട് ചിരിക്കാനും മൂക്കത്ത് വിരൽ വെക്കാനും ഒക്കെ സാഹചര്യം കൊടുത്ത ഇപിയെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ബോംബെങ്കിലും പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഇപിക്ക് ഇരിക്കപ്പോഴതേ ഉണ്ടാകത്തില്ല. ഇപ്പോൾ കുറച്ച് നാളും മിണ്ടാതിരുന്നിട്ടാണ് ഇപ്പോൾ അടുത്തതുമായിട്ട് വരുന്നത്. ഇനി തെറ്റ് സമ്മതിച്ചു ഡി സി എന്നാണ് പറയുന്നത്. അതായത് പ്രീത, ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ ഇപി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നമ്പ്യാർ ഫലിതങ്ങൾ എന്നൊക്കെ പറയുമല്ലോ. നമ്പൂതിരി ഫലിതം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമ്മുടെ കവി ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരുടെ ഒരു നമ്പ്യാർ കുടുംബത്തിലേക്ക് നമ്പ്യാരൊക്കെ ആണല്ലോ ഈ ഇപി. അതെ, കമ്മ്യൂണിസ്റ്റുകാരൻ സരസനായിരിക്കണം, തമാശക്കാരനായിരിക്കണം എന്ന് പറയുന്ന പോലെ ഈ കേസ് ഇങ്ങനെയൊക്കെ ആയിത്തീരൂ എന്നുള്ളത് ഇപിയുടെ അന്ന് മുതലുള്ള ആ ഒരു സംസാര രീതി. ഇപി പിണങ്ങിയാൽ കൊച്ചുകുട്ടികൾ പിണങ്ങിയതുപോലെയാണ്. ഇപി രോഷാകുലനായാൽ ഒരു കൊച്ചുകുട്ടി രോഷാകുലനായതുപോലെയാണ് സാധാരണക്കാരന് ഫീൽ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിരീക്ഷണം, സാധാരണക്കാരന്റെ നിരീക്ഷണം. കാര്യം ഇപി എന്ത് പറഞ്ഞാലും വലിയ കഥയില്ലാത്ത ഇപി എന്ന് തന്നെ. പക്ഷെ ഇപിയുടെ ഈ കേസിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, ഇത് നടന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് അല്ലെ? എനിക്ക് തോന്നുന്നു പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്തോ അതേ ചേലക്കര ഏതോ ഒരു ക്ഷമിക്കുക നമുക്ക് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് നടന്നത്. പെട്ടെന്ന് ഓർക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനകത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ DTP എടുത്തത് മുതൽ അദ്ദേഹത്തിന് എഴുതാൻ സഹായിച്ചത് ഒക്കെ തന്നെ ആരാണ്? അദ്ദേഹത്തിനെ എഴുതാൻ സഹായിച്ചത് ദേശാഭിമാനിയിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്. അപ്പൊ ഈ ദേശാഭിമാനിയിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ തന്നെയാണ് ഇതുപോലെ ഇത് ചോർത്തി കൊടുത്തത്. ഇതിങ്ങനെ ഒരു വാർത്ത അന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഒരു പ്രസാധക സംഘവുമായി, ഒരു ചെറിയ എഴുത്തുകാരനാണെങ്കിൽ പോലും ഒരു പ്രസാധക സംഘവുമായി നമ്മൾ അവരുടെ പുസ്തകം എൻ്റെ പുസ്തകം നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു പേപ്പർ അവരിലുണ്ടാവും. ആ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ പുസ്തകം അവർ പ്രസിദ്ധീകരിക്കുള്ളൂ. ഇത് ഇപി പറയുന്നത് അദ്ദേഹം ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ്. ഇത് കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. DC പോലെ, അതായത് അതിനകത്ത് പി സരീനെ പറ്റിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ എഴുതി ചേർക്കുകയുണ്ടായി ഇപ്പൊ അവസാനം. അതെ, ഏറ്റവും ഒടുവിൽ. അപ്പൊ അത് ഒരു ആത്മകഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതിക്കൊണ്ട് ഇരിക്കുകയാണല്ലോ. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ്, അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നടന്ന കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത് അതിലും ഒരു അപ്രായോഗികതയില്ല. പാലക്കാട് ബൈ ഇലക്ഷൻ ആണ് ഈ വിവാദം വരുന്നത് എന്നാണ് സത്യം. കാര്യം സരീനാണ് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന് അവിടെ സ്ഥാനാർത്ഥിയായത്. അപ്പൊ ഇതില് ഇപിയെ സംബന്ധിച്ച് ഇപി ഇങ്ങനെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഈ പിന്നെ എന്താ പറയാ, DC ബുക്സ് പ്രശ്നം ഉണ്ടാക്കി, DC-യുടെ മൂക്ക് ഞാൻ ചെത്തിക്കളയും എന്നൊക്കെ പറഞ്ഞു, വിടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അത് വെറും വിടലായിരുന്നു. കാര്യം ഇപി പറയുമ്പോൾ അതിന് അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അന്നേ എല്ലാവരും കരുതിയതാണ്. കാര്യം ഇപിയുടെ ദേഷ്യം, ഇപിയുടെ പിണക്കം, ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ ഇതായിട്ട് ഇതിലൊക്കെ ഫീൽ ചെയ്യാറുള്ളൂ. അത് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ആകാം, ഒരിക്കലും ആകാൻ പാടില്ല. കാര്യം അദ്ദേഹം ഇത് അന്ന് അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുള്ള, അദ്ദേഹത്തിന് ഒപ്പം ഇത് എഴുതാൻ സഹായിച്ച ദേശാഭിമാനിയിലെ ആരൊക്കെയോ ആണ് ഇത് ചോർത്തി കൊടുത്തത്. ആരൊക്കെയോ നല്ല ഒരു മാധ്യമ പ്രവർത്തകൻ, അതെ, കൂടെ നിന്ന് നല്ല അന്തസ് പണി കൊടുത്തത് അവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അത് ആ ഒരു സാധനം അത് ചെകഞ്ഞു പോകുമ്പോൾ അത് വേലി തന്നെയാണ് വിളവ് തിന്നത് എന്ന് സമൂഹത്തിന് മുന്നിൽ അറിയപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആ കേസ് അവിടെ അവസാനിച്ചു എന്ന് ഇതായിട്ട് അങ്ങ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പുസ്തകം ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഈ പുസ്തകം തങ്ങൾക്ക് വേണമെന്ന് മാതൃഭൂമി അന്ന് ഒരുപാട് ബലാബലം പിടിച്ചതാണ്. അന്ന് മാതൃഭൂമിക്ക് ബലാബലം പിടിച്ച് കിട്ടാതെ പോയ സാധനം മാതൃഭൂമിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നു. അത് മറ്റൊരു വസ്തുത. അപ്പൊ ഇതിലൊക്കെ തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഇത് ഒരു ചെറിയൊരു ആസൂത്രിതമായ
വളരെ ആസൂത്രിതമായ ഒരു നാടകം തന്നെയായിരുന്നു ഈ പുസ്തകത്തിന്. ഈ പുസ്തകം ഇറങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഇപ്പൊ സരിന്റെ വരെ ഇപ്പം പ്രീത പറഞ്ഞ പോലെ ഒരു ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി പൂർത്തിയാക്കി കഴിയുന്നതാണ്. അല്ലാതെ ഇങ്ങനെ പേരൊന്ന് ആലോചിച്ച് നോക്ക്, കട്ടൻ ചായയും പരിപ്പ് വടയും. കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന് പറയുന്നത് പണ്ട് നമ്മള് ഈ CPM-ലെ സഖാക്കള് ബ്രാഞ്ച് മീറ്റിംഗ് മുതൽ മറ്റു വലിയ മീറ്റിങ്ങുകൾ അവരുടെ ഏറ്റവും സമീകൃതമായ ആഹാരം കട്ടൻ ചായയും പിന്നെ ഒപ്പം പരിപ്പ് വടയും. അത് അന്നത്തെ രീതി അനുസരിച്ച് സഖാക്കൾക്ക് അത് വാങ്ങാനേ പറ്റുള്ളൂ. ഇപ്പൊ കട്ടൻ ചായയും പരിപ്പ് വടയും കൊണ്ട് നടക്കില്ല. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന ഈ പുസ്തകം എന്റെ പുസ്തകമല്ല, ഞാൻ കൊടുത്ത ടൈറ്റിൽ അല്ല എന്ന് അദ്ദേഹം പറയില്ല. എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് EP തന്നെ പറയുമ്പോൾ EP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ്, കണ്ണൂരുകാരനായ കമ്മ്യൂണിസ്റ്റ് എന്റെ പുസ്തകത്തിന്റെ പേര് കട്ടൻ ചായയും പരിപ്പ് വടയും അല്ല എന്ന് പറയുമ്പോൾ താൻ ഒരു അഭിനവ കമ്മ്യൂണിസ്റ്റ് ആണ്, താൻ പഴയകാല കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അതിലൂടെ ഉണ്ടായത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, EP ഈ പറയുന്ന അങ്ങനെ പറഞ്ഞതിൽ യാതൊരു അർത്ഥക്കേടുമില്ല. കാര്യം EP-യുടെ പിന്നെ ഭക്ഷണം കഴിക്കൽ പോലും വളരെ പ്രസിദ്ധമാണ്. അത് ദേശാഭിമാനിയിൽ റെസിഡന്റ് എഡിറ്ററോ മറ്റോ ഒക്കെ ആയിരിക്കും, GM ആയിരിക്കുമ്പോൾ ദേശാഭിമാനി GM ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണ രീതിയെ കുറിച്ച് സഖാക്കൾ തമാശയ്ക്ക് പറയായിരുന്നു, ഈ കൈ വലുപ്പത്തിലുള്ള ഒരു കരിമീനൊക്കെയാണ് അദ്ദേഹം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കണം ഇങ്ങനെ പറയരുത്. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു കുബേരന്റെ സ്റ്റൈലിലാണ് അദ്ദേഹം കഴിക്കുക. അപ്പൊ ഇതില് ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. EP ഇപ്പോൾ ഈ തീരുമാനം എടുത്തതിന്റെ പിന്നിൽ മറ്റൊരു വസ്തുത കൂടെ ഉണ്ട്. മധുര പാർട്ടി കോൺഗ്രസിൽ EP-യെ CC-യിൽ അംഗമാക്കി. EP CC-യിൽ അംഗം എന്ന് പറഞ്ഞാൽ CC-യിൽ അംഗം, സെൻട്രൽ കമ്മിറ്റി അംഗമായി EP-യെ പ്രായക്കൂടുതലോ കുറവോ എന്തൊക്കെയായാലും EP-ക്ക് പിണറായി ഇടപെട്ട് ഒരു സേഫ് സോൺ ഇതങ്ങ് കൊടുത്തു. കാര്യം അങ്ങനെ കൂടെ വരുമ്പോൾ EP പാർട്ടിക്ക് അധീനതനായി കഴിഞ്ഞു. EP-യുടെ പാർട്ടി സ്നേഹം കൂടി. ഒരു വേള EP BJP-യിലേക്ക് പോയി എന്ന വാർത്ത വരെ ഉണ്ടായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ആകുമ്പോൾ തനിക്ക് തന്നോട് നിൽക്കുന്ന രീതിയിൽ പാർട്ടി ഇടപെട്ട സ്ഥിതിക്ക് പാർട്ടിക്ക് അപമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി താൻ പെരുമാറുന്നത് ശരിയാണോ എന്ന ഒരു തോന്നൽ EP-ക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് DC-യുമായി ഉണ്ടാക്കിയ കരാറിൽ അവർ എന്നെ കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കണ്ടു കീഴടങ്ങി എന്ന് പറയുന്നത് പോലെ അതവർ കീഴടങ്ങി പോയി. ആ സ്ഥിതിക്ക് ഇനി ചൊറിയണോ സഖാവേ എന്ന് പിണറായി തന്നെ ചോദിച്ചു കാണും. പരിഗണനയൊക്കെ തന്നിട്ടുണ്ട്. ഒരിടക്ക് പിണറായി പൂർണ്ണമായിട്ട് EP-യെ കൈവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് ഈ മധുര പാർട്ടി കോൺഗ്രസിലെ EP-യെ വേണ്ട രീതിയിൽ പരിഗണിച്ചത് കൊണ്ട് പാർട്ടിയോടുള്ള കൂറ് അദ്ദേഹത്തിന് ഒന്നുകൂടെ വർദ്ധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് അതിലൊരു നേട്ടം മാതൃഭൂമി ബുക്സിനുണ്ട്. മാതൃഭൂമി ബുക്സ് അങ്ങനെ അവർ ആഗ്രഹിച്ചു. അവർ ഈ പറയുന്ന പോലെ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് അവർ വെച്ച കരാറുകളൊക്കെ തള്ളിപ്പോവുകയും DC-യെ പോലൊരു വലിയ പ്രസാധക സംഘം അത് ഏറ്റെടുക്കാമെന്ന് കരുതിയപ്പോൾ ഇത് DC-ക്ക് കിട്ടിയ പണിയാണ്. DC-ക്ക് ഇതിൽ ഒരു പങ്കുമില്ല. കാര്യം ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സാധനം ഫുള്ള് എഴുതി തീരാതെ എങ്ങനെ അവരുടെ പക്കൽ കിട്ടും? അപ്പോൾ ഇവരുടെ തന്നെ പാർട്ടി സഖാക്കൾ ഇത് ചോർത്തി കൊടുത്തതാണ്. എപ്പോഴും ഒരു സമയം, ഒരു 3 മാസം, ഇപ്പൊ നമ്മൾ അല്പം പറയുന്നത് കോൺഗ്രസിനകത്തെ ചൊറിച്ചിൽ പോലെ ഒരു 4 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ EP-ക്ക് ഒരു ചൊറിച്ചിലുണ്ടാവും. കാര്യം EP-യുടെ നക്ഷത്രത്തിൽ ഈ പറയുന്ന പോലെ ഈ കാളസപ്രയോഗം എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു ദോഷം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ വിടാതെ പിടികൂടുന്ന ചില ദോഷവശങ്ങളുടെ ഭാഗമായിട്ട് ചില ദുഷ്ടദൃക്കുകൾ അല്ലെ, അങ്ങനെയല്ലേ പറയാ, ദോഷൈക ദൃക്കുകൾ അല്ലെ, അങ്ങനെയുള്ള, ക്ഷമിക്കുക എന്റെ ഒരു വലിയ കുറവുണ്ട്, അല്ല അത് കറക്റ്റായിട്ട് വരാത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ മറ്റേ കണ്ണുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് കാരണം പണി ഇങ്ങനെ കൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്നതിൻ്റെ ഒരു ഇതിലാണ് ഇത് എത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് കരുതാം. എന്തായാലും ശുഭം എന്ന ടൈറ്റിൽ കാർഡോട് കൂടി ഈ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം EP തന്നെ കൊണ്ട് അവസാനിപ്പിച്ചു.